മോർണിംഗ്. അപ്പോൾ സമയം വെളുപ്പിന് 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം മഴ കുറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഏകദേശം 22 കിലോമീറ്ററും സമയം ജസ്റ്റ് 3 മണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ വഴിത്തല എത്തുന്നു. കുറച്ച് താമസിച്ചു. യെസ്, വെൽക്കം. ഹലോ. തൊണ്ടയിൽ കിടന്നിരിക്കുക. ബ്രോ ഇന്നധികം സംസാരിക്കുന്നതല്ല. ബ്രോയ്ക്ക് സൗണ്ട് ഇല്ലെന്ന്. പോയേക്കാം, ലേറ്റേക്കണ്ട. ഓക്കെ. അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മൾ വഴിത്തലയിൽ നിന്ന് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു പിക്ക് എടുക്കാൻ നിർത്തി കേട്ടോ. കാരണം ഞങ്ങളുടെ സ്ഥിരം മീറ്റിംഗ് പോയിൻ്റാണിത്. ആണല്ലേ? അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എപ്പോഴും ഒരു പിക്ക് എടുത്തിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പിക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. അല്ലേ, തൊടുപുഴ തന്നെയല്ലേ? ടൗണല്ല, ബൈപ്പാസാ. മോർണിംഗ് ടീ ഹബ്ബ്. എനിക്കത് അപ്പോൾ 45 കിലോമീറ്ററിന് ശേഷം നമ്മൾ കരിമണ്ണൂർ എത്തി കേട്ടോ. അത്യാവശ്യം നല്ലൊരു കോടയൊക്കെ ഉണ്ട്. കരിമണ്ണൂർ നമ്മൾ റൈറ്റ് എടുക്കുവാണ്, തട്ടക്കുഴ റൂട്ട്. ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല. ഓക്കെ, ഇത് തട്ടക്കുഴ റൂട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ചെപ്പുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ചെപ്പുകുളത്ത് ചെറിയൊരു അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്, ഇവിടെ ഒരു ചെറിയ ഗുരുമന്ദിരമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ലെഫ്റ്റും റൈറ്റും ഉണ്ട് കേട്ടോ. ഇതിലെ ലെഫ്റ്റിലേയും വേണേൽ നമുക്ക് പോകാം, പക്ഷേ കുറച്ചുകൂടെ നല്ല വഴി റൈറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കണം. ചെപ്പുകുളം പള്ളിയല്ലേ? ആ. മണി കേട്ടോ. യെസ്, ഈ കാണുന്ന രണ്ട് 4 കടയാണ് ചെപ്പുകുളം ടൗൺ. നമ്മളിത് വീണ്ടും മുമ്പോട്ട് പോവാണ്. ഒരു 2 കിലോമീറ്ററോടെ ഉണ്ട് കേട്ടോ ക്ലൈംബ്. ഇത് ഫൈനൽ ക്ലൈംബ് അല്ലേ ബ്രോ? ഓ, ഇവിടെ വീടുകളൊക്കെ ഉണ്ടല്ലേ. ഒരുത്തൻ കൂട്ടിലുണ്ട്, ഒരുത്തൻ പുറത്തുമുണ്ട്. ഉള്ളി നോക്കുമ്പോൾ വർഷത്തെ 1-2 തവണ ഇവിടെ സൈക്കിൾ വരാറുള്ളൂ. എന്താണ് ബ്രോ നമ്മൾ വരുമ്പോൾ പട്ടി ഓരിയിടുന്നത്? നിങ്ങൾ കോട്ടയം എന്തോ? പാറക്കുവാ. ഞങ്ങൾ ചവിട്ടി പോന്ന അവിടുന്ന്. രാവിലെ ഇറങ്ങിയ വെളുപ്പിന്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ളതായിരുന്നു. അതെ, ഇടുക്കിക്കാർ. രാവിലെ നമ്മൾ വീട്ടിലെ ഭയങ്കര. ഒരു പട്ടി ഓടിപ്പോന്നു. അപ്പോൾ ഇതാട്ടോ നമ്മൾ കയറി വന്ന ഒരു ക്ലൈംബ്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ ചവിട്ട് നിർത്തി. കാരണം നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകട്ടോ. എനിക്ക് ആക്ച്വലി വഴി അറിയത്തില്ല. നമ്മുടെ വൈശാഖ് ബ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നേരെ പോയി എങ്ങോട്ടാ ബ്രോ? വഴിയുണ്ടോ? തീരുവല്ല. ഓ, അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു വഴി തീരുവന്ന്. വഴി തീരുവല്ലേ? ഓക്കെ. വൈശാഖ് ബ്രോ ഗോസ്റ്റ് ഹണ്ടർ. പ്രേതം പൂരാതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈശാഖ് ബ്രോനെ വിട്ടുപോകത്തില്ലെന്ന്. ചെറിയ പൊളിച്ചു കളഞ്ഞ അല്ലേ? അതെ, ചെറിയൊരു. നമ്മളിങ്ങനെ വണ്ടി പൊക്കിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഇതുകൊണ്ടാട്ടോ നമ്മൾ MTB ഷൂസ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ മലയിലും ഇവിടെയൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ റോഡ് ബൈക്ക് ഷൂ പറ്റില്ലല്ലോ.
അങ്ങനെ നമ്മളിങ്ങനെ പോന്നു കഴിയുമ്പോൾ കുറച്ച് നമുക്കൊരു ചവിട്ടാനുള്ളൊരു സ്ഥലം കണ്ടു കേട്ടോ. ഓ, ഇവിടെ മറ്റേ വേരുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു വഴിയാണേലും സംഭവം നൈസാട്ടോ, നൈസൊരു ആംബിയൻസും നൈസൊരു വൈബാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരത്തില്ല കേട്ടോ, അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണ് ബ്രോ, നമ്മൾ ചവിട്ടിക്കൊണ്ട് പോകാണ്ടിരിക്കാനാണോ ഇടയ്ക്ക്? ഇതാണോ അപ്പറയാണോ ബ്രോ? ഇത് ഇപ്പറയല്ലേ? ഓക്കെ, നമുക്ക് ഇവിടാണ് മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നെ, ഓ പൊളി ബ്രോ, പൊളി. എന്താ ബ്രോ താഴെ കാണാൻ പറ്റുന്നില്ലല്ലോ? അയ്യോ, കൊക്കയാണോ? ഹേ വാട്സപ്പ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ ടോപ്പ് എത്തി കേട്ടോ. ഇരുകല്ലുംപാറ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ചെപ്പുകുളം വ്യൂ പോയിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരുകല്ലുംപാറ, ഇപ്പോൾ ഇവിടെ ഒരു പാറയുണ്ട്, നമ്മൾ കയറി വന്നെടുത്ത് അപ്പുറേ സൈഡിലൊരു പാറയുണ്ട്. ചിലപ്പോൾ ഈ രണ്ട് പാറയും കൂടെ കൂട്ടിയിട്ടായിരിക്കും കേട്ടോ ഇരുകല്ലുംപാറ എന്നൊരു പേര് വന്നത്. അപ്പോൾ അത് ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു നൈസ് വ്യൂ ഒക്കെയാണ്. പക്ഷേ അതിൽ നല്ലൊരു കുറച്ചുകൂടെ ബെറ്റർ വ്യൂ ഈ സൈഡല്ലേ? ഈ സൈഡ് നേരെ കാണുന്നത് തൊടുപുഴ നമുക്ക് ആ ബിൽഡിംഗ് ഒക്കെ കാണാം. കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? അങ്ങ് ദൂരെ നോക്കുകയാണെങ്കിൽ ടൗൺ. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുന്ന ഒരു വ്യൂ കണ്ടോ? മറ്റേ അപ്പോൾ അല്ല, പക്ഷെ ചെറിയ മലകളും അല്ലേ, ചെറിയ മലനിരകളൊക്കെ ആയിട്ട് ഉള്ള മലകളെല്ലാം കാണാം. അതെ, അത് ശരി കേട്ടോ. പക്ഷേ അതാണ് ഇവിടുത്തെ ടോപ്പ് പോയിന്റ് അല്ലേ, നമ്മുടെ ഇലവിഴ പൂഞ്ചിറ. നമുക്ക് ആ മേലുള്ള ചെറിയ ഇതൊക്കെ കാണാം അല്ലേ, ടവറുകളൊക്കെ കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു കുഞ്ഞ് പള്ളിയൊക്കെ കണ്ടോ ബ്രോ? അതൊരു ചെറിയ മല, അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അത് ഞാനൊന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നൈസായിരുന്നു. പിന്നെ ഈ തൊട്ട് താഴെ കാണുന്ന സ്ഥലമാണ് ഇതിൻ്റെ പേര് ഇളന്തേശം. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഇളന്തേശം, പക്ഷേ ഇതാണ് ഇളന്തേശം അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഒരു പുക തന്നെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കോടയ്ക്ക് വേണ്ടി. അതെ, കുറച്ച് കോട ഞാനും തന്നേക്കാം. പക്ഷേ അതെ. പിന്നെ അതേ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അങ്ങോട്ടാണ് നമ്മുടെ ഇടുക്കി വരുന്നത്. ഓക്കെ. നമ്മൾ ഇപ്പറേ നോക്കുവാണെങ്കിൽ അതാണ് ഹയസ്റ്റ് പോയിന്റ്, കോട്ടയം ജില്ലയുടെ ഹയസ്റ്റ് പോയിന്റ് ഇലവിഴ പൂഞ്ചിറ. ഇങ്ങോട്ട് വരുമ്പോൾ ഇടുക്കി, അത് കുറച്ചുകൂടെ ഹൈറ്റില്ല അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുളമാവ് ഡാമിൻ്റെ ആ ഒരു ഭിത്തി നമുക്ക് കാണാം കേട്ടോ. അതുപോലെ നമ്മുടെ ഞണ്ടിറിക്ക് വെള്ളച്ചാട്ടം അല്ലേ? പക്ഷെ ഇപ്പോൾ വെള്ളം ചാടുന്നില്ലെന്ന് തോന്നുന്നു. ഇത് ആ പാറ കാണുന്നില്ല, അത് ഞണ്ടിറിക്ക് വാട്ടർഫാൾസ്. വെള്ളം കുറവ് ഇപ്പം. പക്ഷെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ദൂരെ കുറച്ച് വെള്ളച്ചാട്ടമൊക്കെ കാണും. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. പക്ഷെ അതൊക്കെ ഏതാണെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? നല്ല അവിടെ നിന്നോട്ടോ സൺറൈസ് വരുന്നത് ബ്രോ. അത് കണ്ടോ, ഒരു ചെറിയ റേസ് കണ്ടോ? മലയുടെ അപ്പുറത്തൂടെ ചെറിയ സൺറൈസ് വരുന്നുണ്ട്. അല്ല, ഒരു രീതി പറയുകയാണെങ്കിൽ ക്ലൗഡ് ബെഡ് ഇല്ലാത്തല്ലേ നല്ലത്, എന്നാലേ നമുക്ക് ഈ വ്യൂ കിട്ടത്തുള്ളൂ. എന്താണേലും കൊള്ളാം. പക്ഷേ നമ്മൾ നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം. കാരണം ഇതുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെ നേരെ താഴത്തേക്ക് കൊക്ക കേട്ടോ. അപ്പോൾ ബ്രോ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയല്ലേ? ആണല്ലേ? ഓ, അത് ശരി. എന്തോ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നിൽക്കണം, പ്രത്യേകിച്ച് മഴയുള്ളപ്പോൾ അല്ലേ? അതായത് നമ്മൾ വേറെ വ്യൂ പോയിന്റ് ഒക്കെ പോയാണെങ്കിൽ നമുക്ക് ഇത്ര നേരെ കൊക്കയല്ല, കുറച്ചൊരു സ്ലോപ്പ് പോലെയൊക്കെ കിടക്കുന്നത്. പക്ഷെ ഇവിടുന്ന് നേരെ താഴത്തേക്ക് കൊക്ക പോലെയാട്ടോ കിടക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു സമയത്ത് എത്തി. സമയം 7 മണി, ഒരു 55 കിലോമീറ്റർ. എനിക്ക് ഏകദേശം ഒരു 1000 മേളിൽ എലിവേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താണെങ്കിലും ഇവിടെ ഇനി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഈ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് സ്നാപ്സൊക്കെ എടുത്ത് നമ്മൾ റിട്ടേൺ അടിക്കുന്നത്. എത്ര ബ്രോയ്ക്ക് 37 കിലോമീറ്റർ. ഇത് നമ്മുടെ ചെപ്പുകുളം പള്ളി, നമ്മൾ കയറി വന്നപ്പോൾ നിന്ന പള്ളിയുടെ കുരിശുമലയാണെന്ന് തോന്നുന്നു, ഫൈനൽ കുരിശാന്ന് തോന്നുന്നു. പക്ഷെ കയറി വരുന്ന വഴിയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ കറക്റ്റ്. കാര്യം പറഞ്ഞാൽ നമുക്ക് ഇതിലൊക്കെ അങ്ങോട്ട് പോകാം, പക്ഷെ എന്തുമാത്രം പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇവിടുന്ന് ജസ്റ്റ് മാറിയത് ഈ പാറയിലൊക്കെ വന്നിരിക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതിലേക്ക് നടക്കുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നടക്കണം കേട്ടോ. കാരണം ഇവിടുന്ന് താഴത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ കൊക്കയാണ് കേട്ടോ, സ്ലോപ്പൊന്നും അല്ല, നേരെ താഴത്തേക്ക് കൊക്ക കേട്ടോ. അതുകൊണ്ട് അത് കണ്ടോ കുറച്ച് തെങ്ങുകളൊക്കെ നിൽക്കുന്നത്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ തൽക്കാലം നമ്മുടെ സൈക്ലിംഗ് ഷൂ ഒക്കെ ഊരിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ കംഫോർട്ടായിട്ട് ഈ ഒരു അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു പാറയിൽ കൂടെ നടക്കാം. അപ്പോൾ സമയം എന്തേ ഏകദേശം 8:30 നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കുറച്ചുകൂടെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം അത്രയും എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ എന്താണേലും നമ്മൾ റിട്ടേൺ അടിക്കുക. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് പോയേക്കല്ലേ ബ്രോ? അതെ, നല്ല ക്ലൈമ്പാണ് രാവിലെ അടിച്ച് വന്നത്. ഒരു 7:30 ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ വ്യൂ സമ്മതിച്ചില്ലെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ റോഡിലേക്ക് കയറി കേട്ടോ. അപ്പം ആദ്യം കുറച്ച് കോൺക്രീറ്റ് ചെയ്ത വഴിയാണ്. അപ്പോൾ ചെറിയ ഒരു മഴ പെയ്തതിൻ്റെ എഫക്റ്റ് ഉണ്ട്, അതായത് പായലൊക്കെ പിടിച്ച് കിടക്കുവാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്രേക്കൊക്കെ പിടിച്ചായിട്ടങ്ങ് പോകണത്. കാരണം അത്യാവശ്യം നല്ല സ്ലോപ്പാണ്, ഒരു 15% സ്ലോപ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ടയേഴ്സ് ഈ കോൺക്രീറ്റിൽ നന്നായിട്ട് ഇതാവും കേട്ടോ, തെന്നിപ്പോവും. ബ്രോതെ ഹൈഡ്രോളിക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഹലോ ഹലോ തന്നെയാണോ വെച്ചത്? അയ്യോ ലൈറ്റ് അതിന് അങ്ങനെ ചാടി പോണേ ആണോ? മൊത്തം ഭയങ്കര സ്ക്രാച്ച് ആയിട്ടിരിക്കും. നമ്മൾ കുറച്ച് ശുദ്ധമായ വെള്ളം എടുക്കാൻ വന്നോ. പായൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയുടെ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വീണ്ടും ഡൗൺ ഹിൽ അടിക്കുക കേട്ടോ. നമ്മൾ ഡൗൺ ഹിൽ അടിച്ചിറങ്ങുന്നില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ നല്ല സ്ലോപ്പാണ്, പിന്നെ കൂടുതൽ ബമ്പി റോഡ്സ്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. പക്ഷെ വലിയ തിരക്കില്ലാത്ത വഴികളാട്ടോ. അപ്പം തിരക്കില്ലാത്ത വഴി ഞാൻ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെയുള്ള ആൾക്കാരാണേലും ഇപ്പം ഈവൻ പട്ടികളൊക്കെ ആണേലും അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ സൈക്കിൾ വരുമെന്ന്. ഇല്ലെങ്കിൽ ഇവിടെ അങ്ങനെ സൈക്കിളുള്ള ഏരിയ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ക്ലൈമ്പുകളാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ സൈക്ലിങ് യൂസ് ചെയ്യാറില്ല.
അപ്പോൾ ഇത് രാവിലെ നമ്മൾ കുട്ടേട്ടൻ്റെ ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ. കുട്ടേട്ടൻ ഹോട്ടൽ. അപ്പോൾ നമ്മളൊരു പമ്പിൽ വെള്ളം ഫില്ല് ചെയ്യാൻ നിർത്തി കേട്ടോ. അപ്പം ആദ്യം നമ്മൾ കുറച്ച് നോർമൽ വെള്ളവും പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂട്ടാണ് മിക്സ് ചെയ്തെടുക്കുകയാണ്. കാരണം ഫുള്ളി തണുപ്പുള്ള വെള്ളം എടുക്കാണ്ടേ. അപ്പോൾ ഇത് മുതലക്കോടമാണ് സ്ഥലം. നമ്മളിനി നേരെ തൊടുപുഴ എത്തും കേട്ടോ. ചൂണ്ടയിട്ടിട്ട് കാത്തിരിക്കാതെ ഒരാളെ കിട്ടാനായിട്ട്. അങ്ങനെ സമയം 11 മണിയാകുന്നു. നമ്മൾ ഏകദേശം 90 കിലോമീറ്റർ കവർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്ഥലം വഴുത്തലയാണ്. ബ്രോയുടെ വീട്ടിലേക്ക് ആ വഴിക്ക് പോവാണ്. ഞാൻ നേരെ തിരിച്ച് കൂത്തള്ള റൂട്ടിൽ പോകും. ഓക്കെ. എനിക്കിനി ഇവിടുന്ന് 22 കിലോമീറ്റർ, ബ്രോയ്ക്ക് 2 1. അപ്പോൾ എന്തായാലും അടുത്ത റൈഡിൽ കാണാം. ഓക്കെ ബ്രോ, ബൈ.